ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തട്ടുകടയിലൊക്കെ കിട്ടുന്ന ഗ്രീൻ പീസ് മുട്ട മസാലയാണ്. അപ്പോൾ നേരെ നമുക്കൊരു ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം നമ്മൾ വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് ആദ്യം നമ്മൾ ഇഞ്ചിയാണ് ഇടുന്നത്. ഇഞ്ചി ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ പച്ചമുളക് അരിഞ്ഞത്, പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് വേണം ഇടാൻ. ഇത് എരിവ് കുറഞ്ഞ പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. അങ്ങനെ ആ പച്ചമുളകും കൂടി ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച സവാള എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതൊരു ചെറിയ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായി വരുമ്പോഴത്തേനും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് തക്കാളിയാണ്. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അത്യാവശ്യം ഇത് നന്നായിട്ട് വേവണം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ മുട്ട എടുക്കുന്നുണ്ട്. മുട്ട ഒരു 5 എണ്ണമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കുറച്ച് ഗ്രീൻ പീസ് കുറച്ചൊരു 3-4 പേർക്ക് കഴിക്കേണ്ടതാണെങ്കിൽ ഒരു 5 മുട്ടയൊക്കെ എടുക്കാം. 5 മുട്ട എടുത്തതിന് ശേഷം ഈ മുട്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് മുട്ട അത്യാവശ്യം ഒരു 3/4 ഭാഗം വേവാവുന്ന വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. അതിന് ശേഷം ഇത് ഉപ്പും മുളകും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണമായിരുന്നു, ഞാൻ ഇടാൻ മറന്നുപോയി. അങ്ങനെ പുഴുങ്ങി വെച്ച ഗ്രീൻ പീസാണ്. അങ്ങനെ അതും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് നന്നായിട്ട് ആയിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് വേണ്ട ആ പാകം ആകുമ്പോഴത്തേനും നമ്മൾ നന്നായിട്ട് പൊടിച്ച കുറച്ച് കുരുമുളക് പൊടി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സെറ്റായിട്ടുണ്ട് നമ്മുടെ സാധനം. ലാസ്റ്റ് കുറച്ചൊരു നാരങ്ങ നീര്, വേണ്ടവർക്ക് പുളി ആവശ്യമുള്ളവർക്ക് കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ച് നല്ല കാപ്പിയായിട്ട് നല്ല ചൂടോടുകൂടെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും